പെന്തക്കോസ്ത് ഉണർവിന്റെ കാലം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലം, അപ്പച്ചന്മാർ അരവയറുമായി പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന കാലം. സുവിശേഷത്തിന്റെ അഗ്നി കത്തിപ്പടരുന്നു, പുതിയ സഭകൾ ഉടലെടുക്കുന്നു. ജനം കരച്ചിലോടും മാനസാന്തരത്തോടും കർത്താവിങ്കിലേക്ക് ഓടിവരുന്നു. ആദിഭക്തരായ കാലായിൽ കറിയാച്ചന്റെയും മേരിക്കുട്ടിയുടെയും വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. എടി മേരിക്കുട്ടി, നമ്മുടെ മാത്തുക്കുട്ടിയല്ലേ വരുന്നത്? പാവം ഒത്തിരി ക്ഷീണിച്ചാ വരുന്നത്. എടി, ഒരു കാപ്പിക്കുള്ള പൊടിയുണ്ടോ? കപ്പയും തീർന്നു. അച്ചായ, ഒരു കാപ്പിക്കുള്ള പൊടിയുണ്ട്, ഒരു കിഴങ്ങുണ്ട്. എടി, നീ കഴിച്ചോ? സാരമില്ല അച്ചായ, നാളെ കഴിക്കാം. മാത്തുക്കുട്ടി ഒത്തിരി ക്ഷീണിച്ചാ വരുന്നത്. സ്തോത്രം അച്ചായ. സ്തോത്രം. എന്താ മാത്തുക്കുട്ടി ഒരു സങ്കടം? അച്ചായ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വത്തും തരത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. സാരമില്ല മാത്തുക്കുട്ടി, നമ്മുടെ സ്വത്ത് നമ്മുടെ യേശുവാ. എന്നെ ഇറക്കി വിട്ടതാ, പക്ഷെ ദൈവം കൈവിട്ടില്ല. ഇത് മേരിക്കുട്ടിയുടെ വീതമാ. 10 സെന്റ് ഉണ്ട്, 5 സെന്റ് മാത്തുക്കുട്ടിക്ക്. ഇവിടെ നമുക്ക് ഒന്നിച്ചു കഴിയാം. ഇതൊരു ഭാഗ്യമാ. ബൈബിൾ പറഞ്ഞിരിക്കുന്നതേ, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചെന്ന. അച്ഛാ, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയേ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചു. എന്റെ മക്കൾ കഷ്ടതയുടെ നടുവിലും എന്നെ ആരാധിക്കുന്നു. ഞാൻ ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. അല്ല, ഇതാര്? സ്തോത്രം അവരാച്ചായ. സ്തോത്രം ദേവദാസ. എന്നെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് അന്നമ്മയുടെ ശരീരസ്ഥിതി? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഇന്നലത്തെ ആരാധന കഴിഞ്ഞപ്പോൾ പൂർണ്ണ സൗഖ്യം അന്നമ്മയ്ക്ക് ദൈവം നൽകി. നമ്മുടെ ദൈവം എത്ര വലിയവനാ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. കുറച്ചു നാളായി ഞാൻ ആഗ്രഹിക്കുന്നു, ഇനിയും സഭാകാര്യങ്ങളൊക്കെ പാസ്റ്റർ ഏറ്റെടുത്ത് നടത്തണം. അയ്യോ, എന്നതാ ഈ പറയുന്നത്? ഇത്രയും നാൾ കാര്യങ്ങളൊക്കെ ഭംഗിയാ ചെയ്തതല്ലേ? തുടർന്നും അച്ഛൻ തന്നെ അങ്ങ് നോക്കി നടത്തിയാ മതി. ഇല്ലടോ, തോമാച്ചൻ ആ സ്ഥാനത്തേക്ക് വരുന്നതിൽ എല്ലാവർക്കും സന്തോഷമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവഹിതമാണെങ്കിൽ അങ്ങനെ ആകട്ടെ. എന്തായാലും അടുത്ത ആഴ്ച മുതൽ ഉപവാസ പ്രാർത്ഥനയല്ലേ? നമുക്ക് സഭയെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കാം. തോമാച്ച, ഒരു ചിരി കേൾക്കുന്നില്ലേ? ഞാൻ മുകളിൽ നിന്നാ കേട്ടത്. നമ്മുടെ സംസാരം കേട്ട് ദൈവം ചിരിച്ചതാകും. ഇതായിരുന്നു ദൈവസ്നേഹത്തിന്റെ ഒരുമയുടെയും ഒരു കാലം. എന്നാൽ ഈ കാലത്ത് ഇതൊക്കെയും നമ്മുടെ ഇടയിലുണ്ടോ എന്ന് പരിശോധിക്കാം. കാലം മാറി, ദൈവം ധാരാളം അനുഗ്രഹിച്ചു. ക്രിസ്തുവിന്റെ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയ തലമുറ. വെറും വാക്കിൽ മാത്രം പെന്തക്കോസ്ത് ഉണർവിന്റെ ഈറ്റില്ലമായ തിരുവല്ല ടൗൺ ചർച്ചിന്റെ അനുഗ്രഹീത കുടുംബമായ ജസ്റ്റിന്റെയും നാൻസിയുടെയും വീട്ടിലേക്ക് സ്വാഗതം. ജസ്റ്റിൻ, എത്ര വർഷം വിളിച്ച്? ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ച്. മീറ്റിംഗ് ആയിരുന്നു. വർക്ക് പ്രഷർ. വയ്യ, മടുത്തു. അതൊന്നും പറഞ്ഞാ പറ്റില്ല. കാര്യത്തിന് പ്രതികരിക്കണം. ആ സ്റ്റീവിന്റെ വീട്ടിൽ ഇന്ന് സർവേർ വന്നിരുന്നു. പഴയ അതിനെയല്ലോ മാറ്റിയിട്ട് ഒരു 2 മീറ്ററാ മാറ്റിയിട്ട്. നമ്മുടെ സ്ഥലമല്ലേ പോയത്. പ്രൈസ് ദി ലോർഡ് അച്ചായ. അത് പറയാനല്ല വിളിച്ചത്. കല്ല് മാറ്റണം നാളെ തന്നെ. സൗകര്യമില്ല, വെറുതെ പണിയുണ്ടാക്കല്ലേ. ഇത് പാർട്ടി വേറെയാ. കോടതിയും കേസും വേണോ, അതോ കൊട്ടേഷൻ മതിയോ? ഫോൺ വെക്കടോ. എടി, 9 മണിയെ കുടുംബ പ്രാർത്ഥന നടത്തിയത് എത്ര നാളായി. അതുകൊണ്ടാ സ്ഥലം പോയത്. നാൻസി വാടി പ്രാർത്ഥിക്കാൻ. ജസ്റ്റിൻ, എനിക്കിപ്പം പറ്റില്ല. ആകെപ്പാടെ ഇപ്പോഴാണ് റെസ്റ്റ് കിട്ടിയത്. സീരിയൽ തുടങ്ങിയതേ ഉള്ളു. 10:30 വാർത്ത വരുമ്പോൾ ഉറക്കം വന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാം. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. പുതിയ തലമുറയിലെ പാസ്റ്റർമാരുടെ കണ്ടുമുട്ടൽ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. പ്രൈസ് ഗോഡ് പാസ്റ്റർ ക്രിസ്തുദാസ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ യേശുദാസ്. എന്നെയുണ്ട് വിശേഷം? സഭയൊക്കെ എങ്ങനെ പോകുന്നു? വല്ല മെച്ചമുണ്ടോ? ഓ, അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. അവിടെ സെക്രട്ടറിയും കമ്മിറ്റിയും ഒറ്റ കെട്ട. അവിടെ ഗ്രൂപ്പൊന്നുമില്ല, അതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. അവിടെ എങ്ങനെയുണ്ട്? സെക്രട്ടറിയും ഒരു ഗ്രൂപ്പും നമ്മുടെ ഭാഗത്താ.
അതുകൊണ്ട് തട്ടുകേടില്ലാതെ പോകുന്നു. അടുത്ത ആഴ്ച ഇലക്ഷൻ അല്ലേ? ഇപ്രാവശ്യം CK പാനൽ കയറണമെന്നാ എന്റെ ആഗ്രഹം. ഓ, അത് നടക്കത്തില്ല. അമേരിക്കൻ അച്ചായൻ തന്നെ കയറിയാൽ മതി. എന്താ വല്ല കോളും ഒത്തോ? ഇപ്പോൾ സമൃദ്ധിയുടെ സുവിശേഷത്തിനാ മാർക്കറ്റ്. അതെ അതെ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോകട്ടെ, കുറച്ച് തിരക്കുണ്ട്. എവിടേക്കാ ഇത്ര തിരക്കെട്ട്? നമ്മുടെ അടൂർക്കാരൻ ടിറ്റു ആഫ്രിക്കയിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങളും രോഗശാന്തിയും ആണെന്നാ പറയുന്നത്. കാശ് കൊടുത്താൽ അഭിഷേകവും കൊടുക്കുമെന്ന് പറയുന്നു. അയ്യോ, അപ്പൊ പാസ്റ്ററിന് അഭിഷേകം ഇല്ലയോ? ഉണ്ട്. പുതിയ ഭാഷയൊന്നും വരുന്നില്ല, കിട്ടിയപ്പിലുള്ളതേ ഉള്ളൂ. എന്നാ ഞാനും ഉണ്ട്. ഒരുത്തൻ ക്രിസ്തുദാസ്, ഒരുത്തൻ യേശുദാസ്, രണ്ടും പേരിൽ മാത്രമേ ഉള്ളൂ. എവിടുന്നാ ഒരു കരച്ചിൽ കേൾക്കുന്നത്? അപ്പോഴത്തെ നിന്നും മറ്റു ആകും. എന്തെങ്കിലും ആകട്ടെ, താമസിച്ചാൽ അഭിഷേകം മൊത്തം തീരും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. വാ, വേഗം പോകാം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ സ്കിറ്റിലൂടെ പറയുവാൻ ആഗ്രഹിച്ചത്, നമ്മുടെ പിതാക്കന്മാർ സകലതും ത്യജിച്ചും കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചും വില കൊടുത്ത് നിലനിർത്തിയ ഈ ആത്മീയ പ്രസ്ഥാനത്തെ തങ്ങളുടെ അധികാരമോഹത്തിനും ദുരുപദേശത്തിനും വ്യാജപ്രവചനത്തിനും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി നശിപ്പിച്ചു കളയല്ലേ. കാരണം വളർന്നു വരുന്ന ഒരു തലമുറ ഇതൊക്കെയും കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ പിന്തുടർച്ചക്കാർ ആകാതിരിക്കുന്നതിന് വേണ്ടി സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സകലതും മറന്ന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.